ഇന്ന് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. നമ്മളെപ്പോഴും ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സ് നേരെ തന്നെ വെച്ച് കൊണ്ടുപോകണമെന്നൊക്കെ കസ്റ്റമേഴ്സിനോട് പറയാറുണ്ട്. പല ആൾക്കാരും കെയർ ചെയ്യാറില്ല. അവര് തോന്നിയ പോലെ കെടുത്തിയിട്ടോ ചെരിച്ചിട്ടിട്ടൊക്കെ വണ്ടിയിലൊക്കെ വെച്ച് മെഷീൻ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു മെഷീനിൽ വന്നിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെഷീൻ ഇതിൽ കൊണ്ടുപോകുമ്പോൾ ചെരിച്ചൊക്കെ ഇട്ട് കൊണ്ടുപോയത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കംപ്രസറിന്റെ അലൈൻമെന്റ് മൊത്തം പോയി, ഇത് മൊത്തം പൊട്ടി, ഇതിന്റെ ഉള്ളിൽ വരുന്ന സ്പ്രിംഗിൽ ലോഡ് ചെയ്തിട്ടുണ്ടാവും, അത് മൊത്തം പൊട്ടിപ്പോയി, ഇവിടെയാണ് ബെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവുക വെച്ചാൽ നമ്മൾ ചിലപ്പോൾ അറിയില്ല ഇതിങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്രസർ കംപ്ലൈന്റ് ആവും. അതുപോലെ തന്നെ ഇതിന്റെ ട്യൂബും കണക്ടേഴ്സ് എല്ലാം പൊട്ടാനും സാധ്യതയുണ്ട്. ഇപ്പം ഈ ട്യൂബൊക്കെ പൊട്ടും. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് പ്ലാസ്റ്റിക്കിന്റെ കണക്ടേഴ്സ് ഒക്കെ ഉണ്ട്, അതെല്ലാം പൊട്ടും സാധനം. നമ്മൾ ചെറിയൊരു ശ്രദ്ധ കുറവ്, നമ്മൾ നേരെ വെച്ച് കൊണ്ടുപോകാതെ നമ്മൾ സ്ഥലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്തിട്ടും ചെരിച്ചിട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ വേറെയും പ്രശ്നങ്ങളുണ്ട്. ചെരിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സീബിഡ് കംപ്ലൈന്റ് ആയി പോകും, സീബിഡിന്റെ കണക്ഷൻസ് ഒക്കെ ലീക്ക് ആവും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ പരമാവധി ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഒക്കെ എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നേരെ തന്നെ വെച്ച് കൊണ്ടുപോകാം. ഇതുപോലെ ഇരിക്കണം, ഫുള്ള് സ്പ്രിംഗിൽ ലോഡായിട്ട് അങ്ങനെ ഇരിക്കേണ്ടത്. കംപ്രസർ ഇൻ കേസ് ഒരു കുലുക്കം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു വൈബ്രേഷൻ, കംപ്രസർ വർക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു കുലുക്കം ഉണ്ടാവുമല്ലോ, എന്നാലത് ബോഡീനെ എഫക്റ്റ് ചെയ്യാതെ അത് ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യണം. ഇതുപോലെ ജസ്റ്റ് ഞാൻ മെഷീൻ ഒന്ന് ഓണാക്കാം. ഇങ്ങനെ ഇരിക്കണം, ചെറിയൊരു കുലുക്കം നല്ല സ്പ്രിങ്ങിൽ ഇങ്ങനെ കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. മറ്റേ സ്പ്രിങ്ങിൽ നിന്നൊക്കെ തെറ്റി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കട സൗണ്ട് വരും. കംപ്രസർ മൊത്തം കിടന്നിട്ട് ഈ ബോഡിയിൽ നിന്ന് കിടന്നിരിക്കും. അങ്ങനെ ഇടിച്ചിടിച്ച് എന്തുണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസറിൻ്റെ കണക്ടേഴ്സും ഇതും ഇവിടെയൊക്കെ പൊട്ടും. അതുപോലെ തന്നെ കംപ്രസറും കംപ്ലൈൻ്റ് ആവും കുറേ നാൾ കഴിയുമ്പോൾ.